നമസ്കാരം. നക്ഷത്ര രാശി ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാർച്ച് 27 മുതൽ ഏപ്രിൽ 2 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദോഷപരിഹാരമായിട്ടുള്ള പ്രാർത്ഥനകൾ പറയുന്നുണ്ട്. ഇതേ പ്രാർത്ഥനകൾ ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഈ പ്രോഗ്രാമിലേക്ക് ഇമെയിൽ അയക്കാം. ഭാവിയെക്കുറിച്ച് എന്തറിയണം എങ്കിലും ഇമെയിൽ അയക്കാവുന്നതാണ്. ഇമെയിൽ ഡിസ്പ്ലേയിലുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, എന്താ അറിയേണ്ടത് ഇവയും വ്യക്തമായി രേഖപ്പെടുത്തുക. ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ സഹിതമുള്ള മറുപടി പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നതാണ്. ഇനി ഫലങ്ങൾ, ഈ വാരത്തിലെ ഫലങ്ങൾ. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ദൂരയാത്ര, പിക്നിക്, ഉല്ലാസയാത്ര, ഇതിനൊക്കെയുള്ള ഭാഗ്യമുള്ളൊരു വാരമാണ് എന്നുള്ള കാര്യം അറിയുക. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സന്തതിയുടെ ജനനം, വിവാഹം ഇവയൊക്കെ നടക്കുവാനുള്ള യോഗമുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും അറിയുക. അതുകൊണ്ട് തന്നെ അധിക പണച്ചെലവ് വരാം. ഒരു അൺസർട്ടനിറ്റി, അതായത് ഈ പണമൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്നുള്ളൊരു അൺസർട്ടനിറ്റിയും വരാം എന്നുള്ളതുകൊണ്ട് ചിലവിൽ അല്പം ഒരു നിയന്ത്രണം വേണം. വിദ്യാർത്ഥികൾക്ക് നല്ലൊരു വാരമാണ്. ഹയർ എഡ്യൂക്കേഷനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരും. ദൂരദേശത്ത് പഠനം, അതായത് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ദൂരദേശത്ത് ജോലി ഇവയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണം വന്നു ചേരാൻ, സമ്മാനമൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതും സന്തോഷത്തിനിടയാക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അലച്ചിലും രാത്രികാല സഞ്ചാരവും അല്പം ഒന്ന് കുറച്ചുള്ളൂ. കാരണം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത, പിന്നെ കാരണമൊന്നും ഇല്ലാണ്ട് തന്നെ അല്പം ഒരു ടെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട്. വൈകാരികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാണ്ട് തന്നെ. അപ്പോൾ ഈ പ്രയാസങ്ങളൊന്ന് നീക്കുവാനായിട്ട് രാഹുപ്രീതി വരുത്തുക എന്നുള്ളതാണ്. രാഹുപ്രീതി അല്ലെങ്കിൽ സർപ്പപ്രീതി വരുത്തുക. അടുത്ത ക്ഷേത്രത്തിലെ നാഗരാജാവിന് 100 പാലും നൽകാം. ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും. ഇടവം രാശി. കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. അധിക പണച്ചെലവ് കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നു. അത് ഈ വാരവും തുടരുവാനുള്ള സാധ്യതയേറെയാണ് എന്നുള്ളതുകൊണ്ട് പുതിയ വസ്തുക്കളൊക്കെ വാങ്ങുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. മെഷീൻസൊക്കെ വാങ്ങാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റി വയ്ക്കുകയായിരിക്കും നല്ലത്. ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് എങ്കിലും അത് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം എന്നറിഞ്ഞിരിക്കുക. പുതുവസ്ത്രം, ആഭരണം ഇവയ്ക്കൊക്കെ പണം ചെലവാക്കുവാനുള്ള സാധ്യത ഏറെയാണ്. വാഹനം കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. റിപ്പയർ വർക്കോ അധിക പണച്ചെലവൊക്കെ ഗൃഹവുമായി ബന്ധപ്പെട്ട് വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ തരക്കേടില്ലാത്ത ഒരു സമയമാണെങ്കിലും പഠന കാര്യങ്ങളിൽ അല്പം ഒരു താല്പര്യക്കുറവും മനസ്സിന് അല്പം വിഷമമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വരുവാനുള്ള സാധ്യത. സ്കൂൾ, കോളേജ് തലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ അല്പം ഒരു ടെൻഷൻ വരാം വിദ്യാർത്ഥികൾക്ക്. എക്സാംസിൻ്റെ കാലമായതുകൊണ്ട് പഠന കാര്യങ്ങളിൽ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുക. വിനോദം കഴിയുന്നതും കുറയ്ക്കുക. പഠന കാര്യങ്ങളിൽ ഉയർച്ച വരുവാനും പൊതുവെ നല്ലത് തോന്നുവാനും വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാനും സഹായിക്കുവാനായി സരസ്വതി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. സരസ്വതി നമസ്തുഭ്യം എന്നാരംഭിക്കുന്ന ആ സ്തോത്രം ജപിക്കുക. മനസ്സിന് തെളിച്ചവും സന്തോഷവും ലഭിക്കും. മിഥുനം രാശി. മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 1/4 ഭാഗം. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വാരം തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് നേട്ടങ്ങൾ, ഹൈ കോൺടാക്ട്സ് കൊണ്ട് ചെറിയ നേട്ടങ്ങൾ,
ജോലി തരപ്പെടുവാനോ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സൊക്കെ വരുവാനോ സാധ്യതയുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് അതിനായിട്ട് പ്രത്യേകം ശ്രമിക്കാവുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ട് കാണുന്നു. വിവാഹ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട്. അതുവഴി തന്നെ വിവാഹാലോചനകൾ ഒരുപക്ഷെ വരുവാനും വിവാഹ നിശ്ചയത്തിലൊക്കെ ഇതെത്തുവാനുമുള്ള സാധ്യതയുണ്ട്. സന്തതിയുടെ ജനനം അല്ലെങ്കിൽ സന്തതിക്ക് ഉയർച്ച വന്നു ചേരുവാനുള്ളൊരു യോഗവുമൊക്കെ ഈ വാരം കാണുന്നു. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ആഘോഷം, ഒരു സെലിബ്രേഷൻ, പാർട്ടിയിങ് ഒക്കെ വരുവാനും അതുകൊണ്ട് മനസ്സിന് സന്തോഷം വന്നു ചേരുവാനും വളരെ കാലമായിട്ട് കാണാത്ത കൂട്ടുകാരെ അല്ലെങ്കിൽ ബന്ധുക്കളെ ഒക്കെ കണ്ടുമുട്ടുവാനുള്ള ഒരവസരം ഈ വാരം ലഭിക്കുവാനുമുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം അറിയുക. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള രക്തദൂഷ്യം എന്ന് പറയും, ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രയാസങ്ങളുടെ ഒരു സൂചനയുണ്ട് എന്നുള്ളതുകൊണ്ട് ആഹാര കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണവും വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ളൊരു വൈദ്യസഹായവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും വരുത്തുക. പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി. പുണർന്ന അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം. പലതരത്തിലുള്ള ബാധ്യതകൾ കൊണ്ട്, അതായത് കടം, ലോണൊക്കെ കൊണ്ട് അല്പം ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തന്നെ ഈ വിഷമം മനസ്സിനെ അങ്ങോട്ട് ബാധിച്ചിട്ട് ഒരുപക്ഷെ ഉറക്കക്കുറവൊക്കെ വന്നിട്ടുണ്ടാകാം. സ്വഭാവത്തിലും ചെറിയ മാറ്റം, അതായത് പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ വാശി കൂടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. ഉറക്കത്തിലും ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിയായിട്ടുള്ളൊരു ഉറക്കം കിട്ടാണ്ടിരിക്കുക, കൂടുതൽ ഉറങ്ങിയാലും ശരീരത്തിനൊരു ക്ഷീണം വരിക, ഈ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. ഈ വാരം മുതൽ വളരെ പ്രതീക്ഷ വന്നു ചേരുന്ന കാലമാണ്. ഈ പ്രതീക്ഷ ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് മാറാണ്ടിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻഡിക്കേഷൻസ് വരും എന്നുള്ളതുകൊണ്ട് സത്സംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരുമായിട്ടുള്ള ഒരു കോൺടാക്റ്റ്, സഹവാസം കൊണ്ട് തന്നെ ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ തെളിയും. തലക്കേടില്ലാത്തൊരു ജോലിയൊക്കെ ലഭിക്കുവാനുള്ള കാലം ആരംഭിക്കുന്നതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി അതിനായി ശ്രമിക്കാം. എന്ന് മാത്രമല്ല, വിദേശ ജോലി, ദൂരദേശത്ത് യാത്രയ്ക്കൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാനും സ്വയം നേട്ടങ്ങളുടെ സൂചനകളെങ്കിലും ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. പ്രണയിക്കുവാനുള്ള സാധ്യതയൊക്കെ ഏറെയാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പ്രണയ സാഫല്യമോ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമോ ഒക്കെ വരുന്നതിൻ്റെ ഒരു സൂചന. അത് ഒരു നിശ്ചയത്തിലെത്തണം ഇല്ല എങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തടസ്സമില്ലാതെ വന്നു ചേരും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രമാദത്തെ കാൽഭാഗം. വിവാഹ കാര്യങ്ങൾക്ക് നല്ലൊരു വാരമാണ്. കുറച്ചു കാലമായി വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക്, അതായത് ഈ രാഹു 7 ചൊവ്വ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് വിവാഹം വൈകിയിട്ടുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. വിവാഹ നിശ്ചയമോ വിവാഹമോ ഒക്കെ നടക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് രാഹുപ്രീതിയും ചൊവ്വാപ്രീതിയും ഒക്കെ വരുത്തിക്കൊള്ളുക. 7 8 പാപൻ വരുന്നവർക്കാണ് സാധാരണഗതിയിൽ വിവാഹം വൈകുന്നതായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവർക്ക് തിങ്കളാഴ്ച വ്രതമെടുക്കാം, തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്താം, പ്രാർത്ഥനയാകാം, ദിവസവും ശിവസ്തോത്രം ജപിക്കാം. അതൊക്കെ കൊണ്ട് തന്നെ വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ അങ്ങോട്ട് നീങ്ങും. പ്രണയിക്കുന്നവർക്കും കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ, അതായത് പ്രണയം അങ്ങോട്ട് പൂർണ്ണതയിൽ എത്താത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ വാരം പ്രതീക്ഷിക്കാം. ചെറിയൊരു ജോലി സാധ്യതയ്ക്കുള്ള ഒരു യോഗവും ഈ വാരം കാണുന്നു. അനുകൂലമായിട്ടുള്ള ഈ ഫലങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊള്ളുക. തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകും. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം.
വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് തന്നെ ചില മാസങ്ങളായിട്ട് അല്പം ഒരു ടെൻഷൻ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആ ടെൻഷനൊക്കെ അങ്ങോട്ട് നീങ്ങുന്നതിൻ്റെ സൂചനകളൊക്കെ ലഭിച്ചു തുടങ്ങും. അധിക പണച്ചെലവുണ്ടായിരുന്നു, എന്നാൽ ആവശ്യത്തിന് പണം വന്നു ചേരുന്ന ഒരു വാരം ആരംഭിക്കുന്നതാണ്. അതായത് പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരുക, ബന്ധുക്കളെ കൊണ്ട് ഒക്കെ സഹായം വരിക, കൊടുത്തിരുന്ന പണം തിരിച്ചു വരുന്നതിൻ്റെ സൂചന, കുറച്ച് പണമൊക്കെ തിരിച്ചു വരാനുള്ള യോഗം. ഫിനാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പണം അങ്ങോട്ട് കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ, ഇങ്ങോട്ട് വരുന്നതിൽ ഒരുപാട് തടസ്സം വന്നിട്ടുണ്ടാവും. ആ തടസ്സമൊക്കെ അങ്ങോട്ട് നീങ്ങുന്നതിൻ്റെ ഒരു സൂചന വന്നു ചേരും. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുവാനും മനസ്സിന് സന്തോഷവും അതുകൊണ്ട് തന്നെ ലഭിക്കുവാനും ഒക്കെയുള്ള യോഗമുണ്ട്. ആ രംഗത്തെ പ്രമുഖരുമായിട്ടൊക്കെ അടുക്കുവാനും അതുവഴി നേട്ടങ്ങൾ വന്നു ചേരുവാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം ഈ വാരം കാണുന്നു. ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള ഒരു വാരമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. തടസ്സങ്ങൾ നീക്കുവാനായി രാശിനാഥനായിട്ടുള്ള ബുധനെ പ്രത്യേകം പ്രാർത്ഥിക്കാം. അവതാര വിഷ്ണുവിനെ, അതായത് ശ്രീകൃഷ്ണനെ, ശ്രീരാമനെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക. സ്തോത്രം ജപിക്കുക, ശ്രീരാമ സ്തോത്രം ജപിച്ചോളൂ. പൊതുവെയുള്ള തടസ്സങ്ങൾ, അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കും. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള യോഗം ഈ വാരം കാണുന്നു. പ്രണയ സാഫല്യമൊക്കെ പ്രതീക്ഷിക്കാം. കുറച്ച് പ്രായമായിട്ടും വിവാഹമൊക്കെ നടക്കാത്തവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ വിവാഹാലോചന വരുവാനും അതിലൊക്കെ ഒരു തീരുമാനം വന്നു ചേരുവാനും ഭാഗ്യമുള്ള ഒരു വാരമാണെന്ന് അറിഞ്ഞോളൂ. പൊതുവെ മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഹൈ MNC പ്ലേസ്മെൻ്റ് ഒക്കെ ലഭിക്കുവാനും അല്ലെങ്കിൽ കമ്പനി അങ്ങോട്ട് മാറുവാനുമൊക്കെയുള്ള ഭാഗ്യമുണ്ട്. ബിസിനസ് രംഗത്തുള്ളവർക്കും പൊതുവെ നേട്ടങ്ങളുടെ ഒരു ലാഡർ കാണുന്നുണ്ട്. ഉയർച്ച, സിസ്റ്റമാറ്റിക്കായിട്ട് ഉയർച്ച വരുന്നതിൻ്റെ ഒരു ലക്ഷണം ഉണ്ട് എന്നുള്ളതാണ്. ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലോൺ, ക്രെഡിറ്റ് ഫെസിലിറ്റീസൊക്കെ വന്നു ചേരുവാനും അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. എന്നാൽ ചിലവിൽ കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ. പഴയ ലോണൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ലോണിനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. കാരണം പലതരത്തിലുള്ള പ്രയാസങ്ങൾ പിന്നീട് വരാൻ, ഇപ്പോൾ പണമൊക്കെ ലഭിക്കുമെങ്കിലും പിന്നീട് അതുകൊണ്ട് പല പ്രയാസങ്ങൾ വരാനും എല്ലാ കാര്യത്തിലും ഒരു സ്റ്റാഗ്നേഷൻ വരാനും, അതായത് ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ പിന്നീട് വരാം എന്നുള്ളതുകൊണ്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഏതായാലും വാരം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഏറെ കാണുന്നു. ഇങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് നീക്കുവാനായി ശുക്രസ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങും, നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഓഫീസിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ നീങ്ങുന്നതിൻ്റെ ഒരു സൂചന ഒക്കെ ലഭിച്ചു തുടങ്ങും. അതായത് പ്രൊമോഷനുണ്ടായിരുന്ന തടസ്സം, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സിന് ഉണ്ടായിരുന്ന തടസ്സം, പിന്നെ സാലറി അരിയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തടസ്സങ്ങൾ അങ്ങോട്ട് നീങ്ങി അതൊക്കെ വന്നു ചേരുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. എന്തെങ്കിലും സമ്മാനം ലഭിക്കുവാനോ വേണ്ടപ്പെട്ടവർ പണം കൊണ്ട് സഹായിക്കുവാനോ അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള പണമൊക്കെ കുറച്ചെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടുവാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ബാധ്യതയുണ്ടെങ്കിൽ അത് അല്പം കുറയ്ക്കുവാനുള്ളൊരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ്. വിവാഹ കാര്യത്തിൽ പൊതുവെ ആലോചനകൾ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എങ്കിൽ തന്നെയും അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട, തീരുമാനങ്ങൾ തെറ്റിപ്പോകുവാനുള്ള സാധ്യത ഏറെയാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ, പ്രണയകാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും അങ്ങോട്ട് മാറി നിൽക്കുന്നതാണ് നല്ലത്. അന്യരുടെ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളിൽ ഇടപെടുന്നതും കഴിയുന്നതും ഒഴിവാക്കുക. രാത്രികാല സഞ്ചാരമൊക്കെ കുറച്ചുള്ളൂ. ജോയിൻസിനൊക്കെ പെയിനും ചെറിയ പ്രയാസങ്ങളും, ഉറക്കത്തിനൊരു ഡിസ്റ്റർബൻസ്, തടസ്സം, ശരീരത്തിനൊരു ക്ഷീണം, ഇവയൊക്കെ ഈ വാരത്തിൻ്റെ സൂചനകളാണ് എന്നുള്ളതുകൊണ്ട് ആദിത്യ ഹൃദയ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. അതുകൂടാണ്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആദിത്യന്, സൂര്യന് പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. ഈ ആരോഗ്യ പ്രയാസങ്ങൾ നീങ്ങുന്നു മാത്രമല്ല കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം.
യാത്ര അലച്ചിൽ അതുകൊണ്ട് ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് യാത്രയൊക്കെ ഒന്ന് കുറച്ചോളൂ എന്നുള്ളതാണ്. വാഹനം കൊണ്ടും ചെറിയ പ്രശ്നങ്ങൾ കാണുന്നു എന്നുള്ളതുകൊണ്ട് രാത്രികാല സഞ്ചാരം കുറയ്ക്കുന്നത് നല്ലതാണ്. വളരെ വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ മനസ്സിന് അല്പം പ്രയാസം ഉണ്ടാക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ചില പ്രവൃത്തികൾ അവരിൽ നിന്ന് വരികയോ ഒക്കെ ചെയ്യാം എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം വേണം. ഇതിനൊന്നും പ്രതികരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് തന്നെ ചില അകൽച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ്. എന്നാൽ പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണം ലഭിക്കുവാനും അതുകൊണ്ട് പുതിയ ഡ്രസ് ഐറ്റംസോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. ദൂരദേശത്തേക്ക് താമസം മാറ്റുവാനോ അല്ലെങ്കിൽ വാസസ്ഥാനത്തിലൊരു ചേഞ്ചോ ഒക്കെ വരാം. അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കുവാനായിട്ടോ ഒക്കെ പണം ചെലവാക്കുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നത് തുടരുവാനുള്ള സാധ്യതയാണ് ഏറെ എന്നുള്ളതുകൊണ്ട് വ്യാഴപ്രീതി വരുത്തിക്കൊള്ളുക. വ്യാഴപ്രീതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വിഷ്ണുപ്രീതി വരുത്താവുന്നതാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴന് പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെയും പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. വിഷ്ണു സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ഈ തടസ്സങ്ങളും ഈ പറഞ്ഞ പ്രയാസങ്ങളും പൂർണ്ണമായിട്ട് നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. മകരം രാശി. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. കുറച്ച് പ്രായമായവർക്കൊക്കെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. ഈ റുമാറ്റിക് കംപ്ലയിൻസ്, വാദസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളുള്ളവരൊക്കെ ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഗൃഹത്തിലായാലും പുറത്തായാലും. ഗൃഹത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വേണ്ടപ്പെട്ടവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുവാനും അതുകൊണ്ട് തന്നെ അവർ ചിലരൊക്കെ അകന്നു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അവരിൽ വളരെയധികം ടെൻഷൻ വരാം എന്നുള്ളതാണ്. അത് പിന്നീട് നമുക്ക് തന്നെ ദോഷമായിട്ട് വരുന്ന ഒരു അവസ്ഥ പൊതുവെ കാണാറുണ്ട് എന്നുള്ളതുകൊണ്ട് വാക്കുകളും പ്രവൃത്തിയും വളരെ നിയന്ത്രിച്ച് വേണം മുന്നോട്ട് പോകാൻ. വിദ്യാർത്ഥികൾക്ക് അത്ര അങ്ങോട്ട് നല്ല സമയമാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാലും ഹയർ എഡ്യൂക്കേഷന് ഉള്ള തടസ്സമൊക്കെ ഒന്ന് കുറയും. ദൂരദേശത്തൊക്കെ ഹയർ എഡ്യൂക്കേഷന് പോസിബിലിറ്റി ഉണ്ട്. അധിക പണച്ചെലവോടുകൂടി ഹയർ എഡ്യൂക്കേഷനുള്ള യോഗമാണ് ഈ വാരം കാണുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. ബിസിനസ് രംഗത്ത് ചെറിയ തടസ്സങ്ങൾ, ലീഗലായിട്ടുള്ള ചെറിയ കോംപ്ലിക്കേഷൻസൊക്കെ വരാനുള്ളൊരു സാധ്യത ഏറെയാണ് എന്നുള്ളതുകൊണ്ട് പൊതുവെ രാശിനാഥനായിട്ടുള്ള ശനിയെയും പ്രാർത്ഥിക്കുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ലോണൊക്കെ തരപ്പെടുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ലോൺ ഒക്കെ വന്നു ചേരും എന്നുള്ളതാണ്. കുറച്ചു കാലം ശ്രമിച്ചിട്ട് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ആ പ്രതീക്ഷ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് തന്നെ ലോണോ ക്രെഡിറ്റ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ ചിട്ടിയോ ഒക്കെ വന്നു ചേരാനും അതുകൊണ്ട് തന്നെ വീട് പണി മുന്നോട്ട് പോകുവാനോ അല്ലെങ്കിൽ വസ്തു വാങ്ങാനോ ഫ്ലാറ്റൊക്കെ വാങ്ങുവാനോ സാധ്യതയേറെയുള്ള ഒരു വാരമാണ്. വാഹനം പുതിയത് വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വാഹനമുണ്ടെങ്കിൽ പുതിയതൊന്ന് വാങ്ങുന്നത് ആ ചിന്ത മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട്. പിക്നിക്, ദൂരസ്ഥലത്തേക്കുള്ള യാത്ര, ടൂറ്, പാർട്ടി, ഇതിനൊക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. ശനിപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി ഇവ അത്യാവശ്യം വരുത്തണം. ശനിയാഴ്ച വ്രതമെടുത്തോളൂ. ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ നീരാജനം കഴിപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ശ്രീ ധർമ്മശാസ്താവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും. മീനം രാശി. പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പ പണം വരുന്നതുകൊണ്ട് ഒരു പക്ഷേ പഴയ ബാധ്യതകൾ അല്പം ഒന്ന് കുറയ്ക്കുവാൻ കഴിയുന്നൊരു വാരമാണ്. അല്പം കുറഞ്ഞിട്ടുണ്ടാകാം. ഈ വരുമാനം വർദ്ധിക്കുന്നതുകൊണ്ട് അല്പം ഈ ബാധ്യതകളൊക്കെ കുറയ്ക്കുവാനുള്ള സാഹചര്യം കഴിഞ്ഞ വാരമോ അല്ലെങ്കിൽ ഈ വാരമോ ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥന വേണം.
ശ്രീ ലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ. വരുമാനത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെയും നീങ്ങും. പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും തൽക്കാലം വേണ്ട എന്നുള്ളതാണ്. വാഹനമൊന്ന് മോടി പിടിപ്പിക്കുവാനോ അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് വിപുലീകരിക്കുവാനോ ഒക്കെയുള്ളൊരു താല്പര്യം വരും. എന്നാൽ അധികം പണം മുടക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെച്ചോളൂ. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള വാരമാണ് എന്നുള്ളതാണ്. കുറച്ചു കാലമായിട്ട് വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹാലോചനകൾ വരുവാനും വിവാഹ നിശ്ചയത്തിലേക്ക് അത് പോകുവാനും വിവാഹം നടക്കുവാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ പാർട്ടിഷനൊക്കെ നടക്കുവാനോ അതുവഴി പണമോ വസ്തുവോ വീടോ ഒക്കെ അധീനത്തിൽ വന്നു ചേരുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ദൂരദേശത്തേക്കുള്ള യാത്രയ്ക്കുള്ള സാധ്യതയോ ജോലി സംബന്ധമായിട്ടുള്ള ടൂറോ വിദേശവുമായിട്ടുള്ള കോൺടാക്റ്റ് കൊണ്ടുള്ള നേട്ടങ്ങളോ ഒക്കെ ഈ വാരം കാണുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള ഈ ഫലങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി വ്യാഴപ്രീതി അത്യാവശ്യം വരുത്തണം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴന് പുഷ്പാഞ്ജലി കഴിപ്പിച്ച് വ്യാഴൻ്റെ അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ. തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെയും നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കും. നമസ്കാരം. നക്ഷത്രരാശി ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാമിലേക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇമെയിലായിട്ട് അയക്കാം. ഇമെയിൽ ID ഡിസ്പ്ലേയിലുണ്ട്. ജനിച്ച ഡേറ്റും മാസവും വർഷവും സമയം സ്ഥലം നക്ഷത്രം ഇവ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യം വളരെ വ്യക്തമായിരിക്കണം. ലളിതമായിട്ടുള്ള ഭാരതീയമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ സഹിതമുള്ള മറുപടി ഈ പ്രോഗ്രാമിൽ പറയുന്നതാണ്. ആദ്യത്തെ കത്ത് കുമാരി രേഷ്മ സാജ് പാലാരിവട്ടത്ത് നിന്നാണ്. ഹസ്ബൻഡ് നക്ഷത്രം പുണർദം കർക്കിടക കൂറാണ്. വളരെ കഴിവുള്ള വ്യക്തിയാണ്. പല ബിസിനസ്സും നടത്തി എല്ലാം നഷ്ടത്തിലായി. ഇപ്പോൾ വയസ്സ് 32 ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് പ്രധാന ബിസിനസ്. ഭാവി എങ്ങനെയാണ്? പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കുമാരി രേഷ്മ സാജ്. ഈ സാജിൻ്റെ ജാതകം അനുസരിച്ച് ബിസിനസ് അത്രത്തോളം അങ്ങോട്ട് യോജിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഈ ആധ്യാത്മിക ജാതകം എന്നൊക്കെ പറയുന്ന പോലെ വളരെ തന്ത്രപരമായിട്ട് പെരുമാറാനൊന്നും അറിയില്ല. വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറുകയും ബിസിനസ്സിന് ആവശ്യമുള്ളൊരു ക്വാളിറ്റി അതാണ്. യു ഹാവ് ടു ടോക്ക് വെരി വെൽ ആൻഡ് പ്ലീസ് അതേഴ്സ് വെരി വെൽ. ഈ ജാതകം അനുസരിച്ച് വളരെ ഓണസ്റ്റാണ്. ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുന്ന ഒരു സ്വഭാവമാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് പൂർണ്ണമായിട്ടും അനുയോജ്യമല്ല. എന്നാലിപ്പോൾ ഓൾറെഡി ബിസിനസ്സിലായതുകൊണ്ട് ഒരു സ്വയം നിയന്ത്രണത്തോടുകൂടി പെരുമാറുക. കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ളൊരു സമയം ഇപ്പോൾ വരികയാണ് എന്നുള്ളതുകൊണ്ട് ഇപ്പോഴുള്ള ബിസിനസ് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ, നക്ഷത്രം പുണർദമാണ് കർക്കിടകക്കൂർ, അതുകൊണ്ട് തന്നെ ഈ വർഷം കാര്യമായിട്ടുള്ള പുരോഗതി. ഈ വർഷം എന്ന് പറയുന്നത് 2022 സെക്കൻഡ് ഹാഫും 2023 ഫസ്റ്റ് ഹാഫും. 2023 മെയ് മാസത്തിന് മുമ്പ് തന്നെ ഇപ്പോഴുള്ള ബിസിനസ് ലാഭത്തിൽ വരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. എന്നാൽ പഴയ ബാധ്യതകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രയാസങ്ങൾ വരാം. ഇനിയെങ്കിലും ബാധ്യതകൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം. കയ്യിൽ പണം നിൽക്കില്ല എന്നുള്ളതാണ്. പണം അങ്ങ് ചിലവായി പോകുന്നുള്ളൊരു അവസ്ഥയുണ്ട്. പിന്നെ പെട്ടെന്ന് നിരാശ വരുന്നൊരു ഇമോഷണലായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് നിരാശ വരിക. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ഇനിഷ്യേറ്റീവ് അപ്പോൾ അങ്ങോട്ട് കുറയും. ബിസിനസ്സിന് ഏറ്റവും ആവശ്യം ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുക, പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ബിസിനസ് അത്ര അനുയോജ്യമല്ല. ഈ സ്ഥിര ജോലിയാണ് നല്ലത്. ഈ എക്സ്പീരിയൻസ് കൊണ്ട് യു ക്യാൻ ഗെറ്റ് എ പെർമനൻറ്റ് ജോബ്. ഇതൊക്കെ ബിസിനസ്സിന് അത്ര നല്ലതല്ല ഈ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് സ്ഥിര ജോലിക്ക് ശ്രമിക്കുക. അതല്ലാതെ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ബിസിനസ് തുടരുക. ഈ ഒരു വർഷം കൊണ്ട് തന്നെ ചെറിയ നേട്ടങ്ങൾ തീർച്ചയായിട്ടും വരും. എന്നാൽ ജാതകം അനുസരിച്ച് ശ്രീമതിക്ക് ബിസിനസ് അല്പം കൂടി യോജിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ജോയിൻറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇൻവോൾവ്മെൻറ്റ് വേണം. ശ്രീമതി കാര്യമായിട്ട് ശ്രമിച്ച് ഈ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ ഡിപ്ലോമാറ്റിക്കായിട്ട്. ആയില്യ നക്ഷത്രമാണ്, അതും കർക്കിടക കുറു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉയർച്ചയ്ക്കുള്ള സാധ്യത രണ്ടുപേരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചമാകും എന്നുള്ളൊരു സൂചനയാണ് ഈ രണ്ട് ജാതകങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ 2023 മെയ് മാസത്തിന് മുമ്പ് തന്നെ നേട്ടങ്ങൾ തീർച്ചയായിട്ടും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം പറയുമ്പോൾ ദൈവികമായിട്ടുള്ള പരിഹാരവും ഭൗതികമായിട്ടുള്ള പരിഹാരമുണ്ട്.
അപ്പോൾ ഭൗതികമായിട്ടുള്ള പരിഹാരമാണ് ആദ്യം പറഞ്ഞത്. ബിസിനസ്സിനുള്ള ആ ഒരു നാക്ക് കുറവായതുകൊണ്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടും ശ്രീമതിയുടെ സപ്പോർട്ടോടുകൂടിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബിസിനസ്സൊക്കെ ലാഭത്തിലാക്കുവാൻ കഴിയും. അതാണ് ഭൗതികമായിട്ടുള്ള പരിഹാരം. ഇനി ദൈവികമായിട്ടുള്ള പരിഹാരം ചെയ്യേണ്ടത് മഹാലക്ഷ്മി അഷ്ടകം ജപിച്ചോളൂ. രണ്ടുപേരും ദിവസം 5 പ്രാവശ്യം വെച്ച് കിഴക്ക് ദർശനമായിട്ട് ദീപം നിവേദ്യം സഹിതം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. അപ്പോഴേക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ആത്മാർത്ഥമായിട്ട് കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ പ്രാർത്ഥന കൊണ്ട് തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് നീങ്ങിപ്പോകും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. ശ്രീമതി ശാന്തിനി രാജ് ബാലരാമപുരത്തു നിന്നാണ് ഈ ഇമെയിൽ. എൻ്റെ മകൻ്റെ നക്ഷത്രം അവിട്ടം, മകരക്കൂറാണ്. വയസ്സ് 16. കഴിഞ്ഞ 1 വർഷമായി പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ സ്വഭാവത്തിൽ വന്നിരിക്കുന്നു. ആരോടും അധികം സംസാരിക്കുന്നില്ല. വളരെ സംസാരിക്കുന്ന സ്വഭാവമായിരുന്നു. പഠിക്കുവാൻ പറഞ്ഞാൽ പെട്ടെന്ന് കോപം വരുന്നു. എപ്പോഴും കൂട്ടുകാരുമൊത്താണ്. എന്താണ് പരിഹാരം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഈ പ്രായത്തിൽ ഈ ടീനേജ് എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. ഒരു റെബല്യസ് ടെൻഡൻസിയൊക്കെ വരുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ചറിയാം. അതുകൊണ്ട് തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ഗൈഡൻസ്, വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഗൈഡൻസ് അത്യാവശ്യം വേണ്ടൊരു കാലവുമാണ്. ഈ സമയത്താണ് ഇപ്പോൾ 7.5 ശനി വന്നിരിക്കുന്നത്. അപ്പോൾ ആചാര്യന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സംസ്കാരവുമായിട്ട് യോജിക്കാത്തവരുമായിട്ടുള്ള ഈ കൂട്ടുകെട്ടൊക്കെ വരാം. അങ്ങനെ നമ്മുടെ ഒരു മൂല്യമൊക്കെ താഴേക്ക് വരാം എന്നൊക്കെയാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് ഈ സമയം 7.5 ശനിക്കാലം ആയതുകൊണ്ട് കൂട്ടുകെട്ടൊക്കെ, ഈ ഫ്രണ്ട്ഷിപ്പും സോഷ്യലൈസേഷനും ഒക്കെ വളരെ ലിമിറ്റ് ചെയ്യണം, വളരെ കൺട്രോൾഡ് ആക്കണം. പക്ഷേ കൺട്രോൾഡ് ആക്കാൻ അച്ഛനും അമ്മയ്ക്കും അത്ര എളുപ്പമായിരിക്കില്ല. എന്ന് വെച്ചാൽ കോപ സ്വഭാവമുണ്ട്. അതുകൊണ്ട് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന പ്രത്യേകിച്ച് വേണം. എന്ന് മാത്രമല്ല, ഈ കുട്ടിയുടെ ഒരു അവസ്ഥ വായിക്കുമ്പോൾ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. അതിന് ഭൗതിക പരിഹാരമായിട്ടാണ് ഈ സൈക്കോളജിക്കൽ ഒരു കൗൺസിലിംഗ് കൊണ്ട് കുട്ടി വളരെയധികം മെച്ചപ്പെടാനുള്ള യോഗമുണ്ട്. കാരണം ജാതകം വളരെ നല്ല ജാതകമാണ്, വളരെ നല്ല സ്ഥിതിയിലെത്താനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള ഒരു സമയം അത്ര അങ്ങോട്ട് അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. പിന്നെ ദൈവികമായിട്ടുള്ള പരിഹാരം ഇവിടെ പറയുന്നത്, ദിവസവും സുബ്രഹ്മണ്യ ഷോഡശ ഭക്തിപൂർവ്വം ജപിക്കുക അമ്മ. എന്നിട്ട് ഷഷ്ടിവ്രതം എടുക്കുക. അന്ന് സുബ്രഹ്മണ്യ ഷോഡശ കഴിയുമെങ്കിൽ ഒരു 108 പ്രാവശ്യം ജപിക്കുക. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന്, അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലിരുന്ന് ജപിക്കുന്നത് വളരെ ഫലപ്രാപ്തി ഉണ്ടാക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇളനീരഭിഷേകവും കൂടി നടത്തിക്കോളൂ. അപ്പോഴേക്കും സുബ്രഹ്മണ്യ പ്രീതി പൂർണ്ണമായിട്ട് വരികയും പ്രയാസങ്ങളൊക്കെ നീങ്ങുകയും ചെയ്യും. ഇപ്പോഴുള്ള ആ സ്വഭാവത്തിൻ്റെ ഒരു ചെറിയ പ്രയാസമുണ്ടല്ലോ, ഒരു നേച്ചർ ഹാസ് ചേഞ്ച്ഡ് എന്ന് പറയുന്ന ആ സ്വഭാവം അങ്ങോട്ട് മാറിക്കോളും. കുട്ടിക്ക് നല്ല ഭാവിയുണ്ട് എന്നുള്ളതിൽ സംശയമുണ്ട്. ഈ കാലം ഒരു ട്രാൻസിഷൻ അത്ര ഒരു സുഖമുള്ള ഒരു കാലമല്ല എന്നുള്ളതുകൊണ്ട് ഈ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. സുബ്രഹ്മണ്യ പ്രീതി തീർച്ചയായിട്ടും വരും. നല്ലൊരു സ്ഥിതിയിലെത്തുകയും ചെയ്യും. സന്തോഷമായിരിക്കും. ശ്രീ സദാനന്ദൻ മണവാളക്കുറിച്ചിയിൽ നിന്നാണ്. എൻ്റെ നക്ഷത്രം ആയില്യം. സ്വർണ്ണപ്പണിയും കച്ചവടവുമാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട്, കുറച്ച് കാലമല്ല 40 വർഷമായിട്ട് പലരും കളിപ്പിച്ചു. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നാണ് പറയുന്നത്. ഭാര്യയ്ക്കെന്നും അസുഖമാണ്. വൈഫിൻ്റെ നക്ഷത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പൂരാട നക്ഷത്രമാണ്. മക്കൾ 2 പേർ, അവരും നല്ല ഒരു ജോലിയില്ല, ചെറിയ പണിക്കൊക്കെ പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ അവസ്ഥ മാറുമോ? പഴയ കാലത്ത് വളരെ നല്ല സ്ഥിതിയിലായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ജാതകം വിശദമായിട്ട് പരിശോധിച്ചു. ഇപ്പോൾ ചെയ്യുന്നത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണിയാണല്ലോ, അത് തുടരുക എന്നുള്ളതാണ്. അത് അനുകൂല ഭാവം തീർച്ചയായിട്ടും വന്നു ചേരും, അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ആയില്യം നക്ഷത്രം കൂടി ആയതുകൊണ്ട് ഭേദപ്പെട്ട ഒരു കാലം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന 11 മാസങ്ങൾക്കകം തന്നെ വരുമാനം വർദ്ധിക്കുന്നുള്ളതിൽ സംശയം വേണ്ട. പക്ഷേ പഴയ ബാധ്യതയൊക്കെ ചെറിയ പ്രയാസങ്ങൾ വരുത്താം. അത് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ അധികം ലഭിക്കുന്ന പണം കൊണ്ട് ഈ ബാധ്യതകളൊക്കെ കുറയ്ക്കുവാനും കുടുംബത്തിൽ സൗഖ്യം അത്യാവശ്യം കൊണ്ടുവരുവാനും താങ്കൾക്ക് കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പൊതുവെ നേട്ടങ്ങൾ ജാതകത്തിൽ കാണുന്നു.
അല്പം വൈകിയാലോ അത് ലഭിക്കും. ശിവസ്തോത്രം ജപിച്ച് മുന്നോട്ട് പോവുക. അതാണ് ഇപ്പോൾ രാശിയിൽ കാണുന്ന കാര്യം. ശിവസ്തോത്രം, ശിവാഷ്ടോത്തര ശതനാമാവലി ദിവസവും ജപിച്ചാൽ മതി. ഓം നമ ശിവായ ജപിക്കാവുന്നതാണ്. അതൊരു 108 പ്രാവശ്യം ജപിച്ചോളൂ. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായിട്ട് സൂചനയിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ശിവസ്തോത്രം ജപിക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രയാസങ്ങൾക്കും ഒരു കുറവ് വരും. അതിനുള്ളൊരു മാർഗം തുറന്ന് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ വൈഫിൻ്റെ കാര്യം, ഏഴര ശനിക്കാലമാണ്. ഏഴര ശനിക്കാലം പുരാടം നക്ഷത്രം കൊണ്ട് വൈകാരികമായിട്ടോ ആരോഗ്യപരമായിട്ടോ ഒക്കെയുള്ള പ്രയാസങ്ങൾ ഏറിയിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ കുടുംബത്തിലെ ഈ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളായിരിക്കാം ശ്രീമതിക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതായത് ശരീരത്തിന് ക്ഷീണം, എഴുന്നേറ്റ് നടക്കാനുള്ള ബുദ്ധിമുട്ട്. ഈ പ്രായത്തിൽ അതൊന്നും വരേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അത് മാനസികമായിട്ടുള്ള ഈ ടെൻഷൻ കൊണ്ട് തന്നെ ആയിരിക്കാം എന്നുള്ളൊരു സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നാരായണീയം ഒരു ദശകം ദിവസവും 5 പ്രാവശ്യം പാരായണം ചെയ്തോളൂ. മനസ്സിന് സമാധാനം ലഭിക്കും എന്നുള്ളതാണ്. സമാധാനം ലഭിക്കുമ്പോൾ ആരോഗ്യ പ്രയാസങ്ങളും തനിയെ അങ്ങോട്ട് കുറഞ്ഞോളും. മാത്രമല്ല മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. അങ്ങനെ കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യം വരാൻ ഭാഗ്യമുള്ളൊരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ഈ വരുന്ന 11 മാസത്തിനകം തന്നെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും. പ്രയാസങ്ങളൊക്കെ അല്പം ഒന്ന് കുറയും. പിന്നെ പ്രാർത്ഥന എത്രത്തോളം ശക്തമായിട്ട് സമർപ്പണ മനോഭാവത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്തായാലും ഉണ്ടാവും. സന്തോഷമായിട്ടിരുന്നു. ശ്രീമതി വിജയ നന്ദകുമാർ അങ്ങാടിപ്പുറത്തു നിന്നാണ്. മകളുടെ നക്ഷത്രം അശ്വതി, വയസ്സ് 20, BSc കഴിയുന്നു. മകൾക്ക് ഒരു പ്രണയമുണ്ട്. അവൾക്ക് ഒരു തരത്തിലും ചേരാത്ത പ്രണയമാണ്. ഞങ്ങൾക്കെല്ലാം വലിയ വിഷമമുണ്ട്. അവളുടെ ഭാവി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നക്ഷത്രം അശ്വതിയാണ്. നക്ഷത്രം അശ്വതി ആയതുകൊണ്ട് കണ്ടകശനിയും രാഹുവിൻ്റെ ഒരു ബന്ധമുള്ളൊരു കാലം കൂടിയാണ്. പൊതുവെ യോജിക്കാത്ത പ്രണയം, വിവാഹബന്ധം ഇവ വരുന്ന കാലമാണ്. പൊതുവെ അങ്ങനെയാണ് ആചാര്യന്മാർ പറയുന്നത്. ഈ വർഷം മെയ് മാസം മുതൽ ദോഷങ്ങളുടെ കാഠിന്യം അല്പം ഒന്ന് കുറയുന്നുണ്ട്. അല്പം ഒന്ന് കുറയുന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏഴാം ഭാവാധിപൻ വളരെ ശക്തനാണെന്നുള്ളത്, അതാണ് ആശ്വാസകരമായിട്ടുള്ള. 7ാം ഭാവം എന്ന് വെച്ചാൽ വിവാഹത്തിൻ്റെ ഭാവമാണ്. അപ്പോൾ 7ാം ഭാവാധിപൻ വളരെ ശക്തനാണ്. വ്യാഴദൃഷ്ടിയുമുണ്ട്. അതുകൊണ്ട് ദൈവാധീനമുണ്ട് എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം ലഭിക്കാനുള്ള യോഗം ജാതകത്തിലുണ്ട്. അത് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലമുള്ള ഈ ഒരു പ്രണയം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വീട്ടിലുള്ളവർ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ജാതകത്തിൽ നല്ലൊരു വിവാഹബന്ധവും നല്ല രീതിയിലുള്ളൊരു കുടുംബജീവിതവും ലഭിക്കാനുള്ള യോഗമുണ്ട്. അല്പം ഒന്ന് മെച്ചമായിട്ടുള്ള കാലം വരുന്നതുകൊണ്ട് കുറച്ചുകൂടി നല്ല ഫ്രണ്ട് സർക്കിളൊക്കെ ലഭിക്കും. പിന്നെ ജാതകം അനുസരിച്ച് PG പഠനം ദൂരദേശത്താകാനുള്ള, യാത്ര ചെയ്യാനുള്ളൊരു യോഗമുള്ള കാലമാണ് ഇപ്പോൾ. അപ്പോൾ PG പഠനം ദൂരദേശത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ജോലിയും വളരെ ദൂരദേശത്തായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയുണ്ട്. 24, ഇപ്പോൾ 20 വയസ്സേ ആയിട്ടുള്ളൂ. 24 വയസ്സ് മുതൽ ഭാഗ്യകാലമാണ്. 24 വയസ്സിന് മുമ്പ് തന്നെ സ്വന്തമായിട്ട് വരുമാനമൊക്കെ ലഭിച്ചു തുടങ്ങും എന്നാണ് ഇതിൽ കാണുന്നത്. ഇപ്പോൾ തന്നെ പല ഡിപ്ലോമയും നേടിയെടുത്തിട്ടുണ്ട്, ടാലിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടിക്ക് നല്ല ഭാവിയുണ്ട്. ബ്രില്യൻ്റ് ആണ് എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. കുട്ടി നല്ല നിലയിലെത്തും. സന്തോഷമായിരിക്കുക. നമസ്കാരം. നക്ഷത്ര രാശി ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയുടെ മാറ്റത്തെക്കുറിച്ചാണ്, ശനിയുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പൊതുവെ ശനിയെ എല്ലാവരും ഭയപ്പെടാറുണ്ട്. കണ്ടകശനി, ഏഴര ശനി, ഏത് രാശിയിൽ ശനി വന്നു കഴിഞ്ഞാലും ഒരു തരത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദോഷം വരുന്നുവെന്ന് പലരും ഇങ്ങനെ പറയാറുണ്ട്. പലപ്പോഴും ശനി കൊടുക്കാനുള്ളത് കൊടുക്കും എന്നുള്ളതാണ്. നല്ലതാണെങ്കിലും അത്ര നല്ലതല്ലാത്തതാണെങ്കിലും ശനി കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നാണ് പൊതുവെയുള്ള ജ്യോതിഷികളൊക്കെ പറയുന്നത്. ദി അൺഫെയിലിംഗ് സാറ്റേൺ എന്നാണ് പൊതുവെ പറയാറുള്ളത്. ശനിക്ക് ഒരിക്കലും അങ്ങനെ തെറ്റുപറ്റില്ല. നല്ലതാണെങ്കിൽ ആ ഭാഗ്യം കൊടുക്കേണ്ട കാര്യമുണ്ടെങ്കിൽ, പൊതുവെ രാജയോഗം ശനിയെ കൊണ്ടുണ്ടെങ്കിൽ രാജയോഗം തീർച്ചയായിട്ടും ലഭിക്കും. ശനിയെ കൊണ്ട് എന്തെങ്കിലും ദോഷം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദോഷം വരും എന്നുള്ളൊരു വിശ്വാസം പൊതുവെ ഉണ്ട്. ആചാര്യന്മാരങ്ങനെ പറയാറുമുണ്ട്. എന്നാലും പ്രാർത്ഥനാ പരിഹാരം കൊണ്ടും പൊതുവെ ശനിക്ക് ഹാർഡ് വർക്കും ദാനധർമാദികളും
വളരെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ കാര്യമായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ എന്ത് തടസ്സം ശനിയെ കൊണ്ട് ഉണ്ടായാലും അതൊക്കെ മറികടക്കുവാൻ ട്രാൻസെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ദാനധർമാദികളുമുണ്ട്. പ്രത്യേകിച്ച് അന്നദാനം കൊണ്ട് കർമ്മദോഷങ്ങളിൽ കുറവ് വരുത്തുവാൻ കഴിയും. അങ്ങനെ കർമ്മദോഷം കുറവ് വരുന്നതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഇവയുമൊക്കെ കുറയും എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദാനധർമാദികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാലം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നാമജപം അത്യാവശ്യം. എപ്പോഴും പ്രാർത്ഥനയിൽ നാമജപത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ശ്രദ്ധയോടും ഭക്തിയോടും നാമം ജപിക്കുക എന്നുള്ളതാണ്. കിഴക്ക് ദർശനമായിട്ട് നിവർന്നിരുന്ന് ജപിക്കുക എന്നുള്ളതാണ്. ശനിയുടെ സ്തോത്രം ജപിക്കാം, ശനി അഷ്ടോത്തര ശതനാമാവലി ജപിക്കാം, ശനിയുടെ മന്ത്രം ജപിക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം എന്നുള്ള ശ്ലോകം ഒക്കെ ജപിക്കാവുന്നതാണ്. അപ്പോൾ ജപം കൊണ്ട് ശനി സംപ്രീതനാകുന്നു, ദാനം കൊണ്ട് ശനി സംപ്രീതനാകുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. ഈ കർമ്മഫലങ്ങൾ അനുഭവിപ്പിക്കുവാനാണ് ശനി വരുന്നത് എന്നുള്ളൊരു വിശ്വാസമാണ് പൊതുവേ ഉള്ളത്. ആചാര്യന്മാരും ഈ അഭിപ്രായക്കാരാണ്. അപ്പോൾ ഓരോ രാശിയിൽ ജനിച്ചവരുടെയും പരിഹാരങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. പലപ്പോഴും ഫലം പറയുമ്പോഴേക്കും മറ്റ് ഗ്രഹങ്ങളുമൊക്കെ അതിനകത്ത് വരും. പ്രത്യേകിച്ച് വ്യാഴൻ വരും. വ്യാഴൻ എന്ന് പറയുന്ന ദൈവാധീന കാരകനാണ്. എന്ത് ശുഭം ഫലം വരണം എന്നുണ്ടെങ്കിലും വ്യാഴൻ്റെ സാന്നിധ്യം, വ്യാഴൻ്റെ ആനുകൂല്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആചാര്യ വചനം. അപ്പോൾ ഫലങ്ങൾക്കല്ല അവിടെ പ്രാധാന്യം കൂടുതൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്, പരിഹാരങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുത്തിട്ടുള്ളത്. എന്നാലും ഫലങ്ങളുടെ ഒരു സൂചനയും ഇവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യമായി മേടം രാശി പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. അവർക്ക് വരുന്നത് ശനി കണ്ടകസ്ഥാനത്ത് നിന്നും 11ലേക്ക് ലാഭസ്ഥാനത്തേക്ക് വരികയാണ്. ലാഭസ്ഥാനത്തേക്ക് ശനി വരുന്നത് പൊതുവേ നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ നല്ലത് വരാനുള്ള സാധ്യത ഏറെയാണ്. തടസ്സപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾക്കൊക്കെ അനുകൂല ഭാവം ഉണ്ടാകും, എന്നാൽ പണച്ചെലവ് ഏറെ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയുമുണ്ട്. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. മേടം രാശിക്കാർ രാശിനാഥനായിട്ടുള്ള ചൊവ്വയെ പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ വളരെ നന്നായിരിക്കും. രൗദ്രഭാവ ദേവീക്ഷേത്ര ദർശനവും നല്ലതാണ്. ശ്രീ ഭദ്രാംബിക അഷ്ടോത്തര ശതനാമാവലി, ശ്രീ ദുർഗ അഷ്ടോത്തര ശതനാമാവലി ഇവ കിഴക്ക് ദർശനമായിട്ട് ദിവസവും ജപിക്കുക. ശനിയുടെ ഗുണഫലങ്ങൾ വർദ്ധിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇനി ഇടവം രാശിക്കാരുടെ ഫലമാണ്. ഇടവം രാശിക്കാരുടെ ഫലം വരുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിന്നും കർമ്മസ്ഥാനത്തേക്ക്, അതായത് കണ്ടകനായി മാറുന്നു എന്നുള്ളതാണ്. ശനി ഒരു കണ്ടക സ്വഭാവം കാണുന്നു എന്നുള്ളതാണ്. എന്നാൽ ശനി വളരെ ബലവാനായിട്ട് ആണ് വരുന്നത്. അപ്പോൾ ശുഭകർമ്മങ്ങൾ ഏറെയുള്ള ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഒരു വർഷക്കാലം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്നാൽ അനുകൂലമല്ലാത്ത ദശാപഹാരങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും ആവർത്തിച്ച് തടസ്സം വരാം. വിവാഹം ഉൾപ്പെടെയുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഈ രാശിക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ശുക്രപ്രീതി വരുത്തുക എന്നുള്ളതാണ്. ശുക്രൻ്റെ സ്തോത്രം ദിവസവും ഭക്തിപൂർവ്വം ജപിക്കുക. വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുക. അന്ന് ദേവീക്ഷേത്ര ദർശനം നടത്തുക. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രയാസങ്ങൾ തീർച്ചയായിട്ടും നീങ്ങി. ഈ പറഞ്ഞ തടസ്സങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായിട്ടും നീങ്ങി വരുന്ന കാലം അനുകൂലമാക്കി എടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി വരുന്ന മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരുടെ ഫലങ്ങൾ ശനി 8ൽ നിന്നും 9ലേക്ക് സഞ്ചരിക്കുന്നതാണ്. അഷ്ടമം എന്ന് പറയുന്ന ശനി സഞ്ചരിക്കുമ്പോൾ പൊതുവെ വരാറുള്ളത് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ, ചെറിയ വീഴ്ച, മുറിവ് പ്രശ്നങ്ങൾ, വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ, രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് വരുവാനുള്ള സാധ്യത, ഉറക്കക്കുറവ്, അങ്ങനെയൊക്കെയുള്ള ഭയം, അകാരണമായിട്ടുള്ള ഭയം ഇവയൊക്കെ ഉണ്ടായിരുന്നു കാണും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്. അതിലൊക്കെയുള്ളൊരു കുറവ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് വരുന്ന 2-2.5 വർഷക്കാലം. ശനി വേഗം വന്ന് പോകുന്നുണ്ട് ഈ വർഷം. എന്നാലും പൊതുവെ ഇനിയുള്ള കുംഭരാശിയിലെ ഫലങ്ങളായിരിക്കും നൽകുക
എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ 8-ൽ നിന്ന് 9-ലേക്ക് വരുന്നതുകൊണ്ട് ഭാഗ്യത്തിൽ അല്പം ഒരു കുറവ് വരാം. ഭാഗ്യം കൊണ്ട് ലഭിക്കേണ്ട കാര്യങ്ങളിൽ അല്പം ഒരു തടസ്സം വരാം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എന്നാൽ ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളിലും അല്പം ഒരു കുറവുണ്ടാകാം. ബുധപ്രീതി, അവതാര വിഷ്ണുപ്രീതി അത്യാവശ്യം വരുത്തിക്കോളൂ എന്നുള്ളതാണ് അതിൻ്റെ സൂചന. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, ശ്രീരാമ ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ശ്രീരാമ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. അതോടൊപ്പം തന്നെ ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക, ശനിയാഴ്ച വ്രതമെടുക്കുക, നീരാജനം കഴിപ്പിക്കുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇവ കൊണ്ട് ശനി സംപ്രീതനാകും. ദാനധർമാദികളും നടത്തിക്കോളൂ. അനുകൂലമായിട്ടുള്ള ഒരു കാലം തന്നെ വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇനി കർക്കിടകം രാശിക്കാരുടെ ഫലമാണ്. പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ഇവർക്ക് കണ്ടകൻ ശനി എന്ന് പറയുന്നത് 7-ലെ ശനി 8-ലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് വൈകാരികമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾക്ക് അല്പം ഒരു കുറവ് വരും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഒഫീഷ്യൽ മാറ്റേഴ്സിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലൊക്കെ നമുക്ക് പൊതുജന മധ്യത്തിലൊക്കെ അല്പം പ്രയാസം ഉണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അതിനൊക്കെ ഒരു ശമനം വരും എന്നുള്ളതാണ്. അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ കുടുംബത്തിലും ഒഫീഷ്യൽ സർക്കിൾസിലും ബിസിനസ് സർക്കിൾസിലും തീർച്ചയായിട്ടും ഇവർക്ക് വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡൗൺ ടെൻഡൻസി കാണുന്നുണ്ട്. താഴേക്ക് അല്പം വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ അതിലുള്ള ഒരു ആത്മവിശ്വാസം പൊതുവെ ഒന്ന് കുറയും എന്നുള്ളതാണ്. ഉറക്കക്കുറവോ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പോ ഒക്കെ വരുന്ന ഒരു കാലമാണ്. അകാരണമായിട്ടുള്ള ഈ ഭയം എന്നൊക്കെ പറയില്ല. പ്രത്യേകിച്ച് ഒരു കാരണം കൊണ്ട് നമുക്ക് ഭയം വരാം, ടെൻഷൻ വരാം. ഇതൊരു കാരണവും വേണ്ട എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അല്പമൊക്കെ ഒരു ന്യൂറോട്ടിക് ടെൻഡൻസി നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉറക്കത്തെയൊക്കെ പ്രയാസങ്ങളുണ്ടാകും. നമ്മുടെ പെരുമാറ്റത്തിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ജപധ്യാനാദികൾ അത്യാവശ്യമാണ് എന്നുള്ളത്. നാരായണീയ പാരായണം അത്യാവശ്യം. അതിൽ ശ്രീകൃഷ്ണാവതാരം ഭാഗം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് പാരായണം ചെയ്തോളൂ. പ്രയാസങ്ങൾ നീങ്ങും. മനസ്സൊന്ന് പുഷ്ടിപ്പെടുത്തുവാനായിട്ട് ചന്ദ്രനെ പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ചന്ദ്രൻ്റെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കാൻ. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചന്ദ്രന് പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ഐശ്വര്യവും വന്നു ചേരും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. ശനി 6-ൽ നിന്നും 7-ലേക്ക് വരികയാണ്. 6 വളരെ അനുകൂലമായിട്ടുള്ളൊരു ഭാവമായിരുന്നു. 7 എന്ന് പറയുന്ന കണ്ടകൻ്റെ ഒരു ആരംഭമാണ്, കണ്ടകശനിയുടെ ഒരു ആരംഭമാണ് എന്നുള്ളതുകൊണ്ട് പൊതുവെ കാര്യങ്ങളിൽ പെട്ടെന്ന് തടസ്സം അനുഭവപ്പെടാം എന്നുള്ളതാണ്. ചിലവ് അത്യാവശ്യം നിയന്ത്രിച്ചോളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണം കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതെങ്ങനെ റീപേ ചെയ്യും എന്നുള്ളതിലൊക്കെയുള്ള ഒരു ടെൻഷൻ വരാം. റീപേ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. അധിക പണച്ചെലവിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം പ്രാർത്ഥന അത്യാവശ്യമാണെന്നുള്ളതാണ്. ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക, ആദിത്യപ്രീതി വരുത്തുക. പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. ഇനി കന്നിരാശി ഫലമാണ്. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. 5-ൽ നിന്നും 6-ലേക്കാണ് ശനി മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 5 പറയുന്ന സന്തതി സ്ഥാനമാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തന്നെ 2-3 വർഷങ്ങളായിട്ട് തന്നെ കുടുംബത്തിൽ അല്പം ഒരു സമാധാനക്കുറവും പ്രയാസങ്ങളും പ്രത്യേകിച്ച് കുട്ടികൾ മുഖേന ഉണ്ടായിട്ടുണ്ട്. അവരുടെ അക്കാഡമിക് മാറ്റേഴ്സിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിലോ ഒക്കെ ചെറിയ പ്രയാസങ്ങളോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളാണെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിന് അല്പം ഒരു കുറവുണ്ടാവും എന്നുള്ളതാണ്. അതിന് കുറവുണ്ടാവുമെന്ന് മാത്രമല്ല, മനസ്സിന് സമാധാനവും സന്തോഷവും വരുന്ന അനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായിട്ടും മെച്ചമായിട്ടുള്ള ഒരു സ്ഥിതി വരാനുള്ള ഭാഗ്യം. ഇങ്ങനെയുള്ള സൂചനകൾ, അനുകൂലമായിട്ടുള്ള സൂചനകൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രാർത്ഥന അത്യാവശ്യമാണെന്നുള്ളതാണ്. അവതാര വിഷ്ണുവിനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. നവമി വ്രതമെടുക്കുക, അത് വളരെ പ്രധാനമാണ്. ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനവും ഹനുമൽ പ്രീതിയും വരുത്തുക, അതും വളരെ പ്രധാനം. ദിവസവും ഹനുമാൻ സ്വാമിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലീസയൊക്കെ ജപിക്കാം.
അതുകൊണ്ട് പൊതുവെ നേട്ടങ്ങൾ വന്നു ചേരും. അതിലെ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് നീങ്ങിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥന അത്യാവശ്യമാണെന്ന് അറിഞ്ഞോളൂ. ശ്രീരാമപ്രീതി നേരത്തെ പറഞ്ഞതുപോലെ വരുത്തിക്കൊള്ളുക. ശനിപ്രീതിക്കായിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും നീല നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുകയും ഒക്കെ ആകാവുന്നതാണ്. അതുകൊണ്ട് നേട്ടങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. 4 നിന്നും 5 ശനി യാത്ര ചെയ്യുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ കണ്ടകൻ എന്ന് പറയുന്നത് പഞ്ചമത്തിലേക്ക് വരികയാണ്. പഞ്ചമം എന്ന് പറയുന്നത് സന്തതി സ്ഥാനമാണ്. അപ്പോൾ സന്തതിയുടെ പഠന കാര്യങ്ങളിലും അവരുടെ ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ കൊച്ചുകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലൊക്കെ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. നഴ്സറിയിലും സ്കൂളിലും ഒക്കെ അയക്കുമ്പോൾ ഒരു മോണിറ്ററിംഗ് ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു കാലമാണ്. അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് സന്തതി എങ്കിൽ അവരുടെ കുടുംബജീവിതം, അവരുടെ വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മാനേജ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് എന്നുള്ളതുകൊണ്ട് പഞ്ചമം ഒന്ന് വിലപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. ശനിപ്രീതി അത്യാവശ്യം വരുത്തിക്കൊള്ളൂ. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. അയ്യപ്പൻ്റെ സ്തോത്രം ദിവസവും ഭക്തിപൂർവ്വം ജപിക്കുക. പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. രാശി ഒന്ന് ബലപ്പെടുത്താനായിട്ട് ശുക്രപ്രീതി കൂടി വരുത്തിക്കൊള്ളൂ. ദേവീക്ഷേത്ര ദർശനം വെള്ളിയാഴ്ചകളിൽ നടത്തുക. വെള്ളിയാഴ്ച വ്രതം എടുത്തോളൂ. അതും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല അനുഭവങ്ങൾ വരുന്ന കാലം ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പൊതുവെ ശനിപ്രീതി വരുത്തേണ്ട ഒരു കാലം തന്നെയാണ്. കാരണം 3 നിന്നും 4 വരികയാണ് എന്നുള്ളതാണ് വൃശ്ചികം രാശിക്കാർക്ക്. അപ്പോൾ ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ശനിയാഴ്ച വ്രതമെടുത്തുള്ളൂ. അതാണ് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. ശനിസ്തോത്രം ജപിക്കുക. ശനിസ്തോത്രം ഏറ്റവും കുറഞ്ഞത് 5 പ്രാവശ്യമെങ്കിലും ജപിച്ചോളൂ. ശനിയുടെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. ദാനധർമാദികൾ അത്യാവശ്യം വേണം. കുട്ടികൾക്ക് നീല നിറത്തിലുള്ള വസ്ത്രമൊക്കെ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും നീങ്ങിപ്പോകും. ആരോഗ്യ പ്രശ്നങ്ങൾ നീങ്ങുവാനായിട്ട് ശിവസ്തോത്രം ജപിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ജലധാര കഴിപ്പിക്കുക. ഇതൊക്കെയാണ് അത്യാവശ്യം ചെയ്യേണ്ട കാര്യം എന്നറിഞ്ഞോളൂ. അതുകൊണ്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാക്കി മാറ്റിയെടുക്കുവാൻ കഴിയും. കണ്ടകൻ്റെ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകുകയുമില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. 2 നിന്നും 3 ശനി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അല്പം ഒരു ആശ്വാസം തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ്. കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു നിരാശ അല്ലെങ്കിൽ ഒരു ഊർജ്ജസ്വലത കുറവ് പരിഹൃതമാകും. അല്ലെങ്കിൽ അല്പം ഒന്ന് കുറയും. അതിൽ സംശയമൊന്നും തന്നെ വേണ്ട എന്നുള്ളതാണ്. തടസ്സങ്ങൾ നീങ്ങുന്നതിൻ്റെ ഒരു സൂചന. ഏതെങ്കിലും ഒരു മേഖലയിൽ അംഗീകാരം ലഭിക്കുവാനുള്ള ഭാഗ്യം, തൊഴിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തതിയുടെ ജനനമൊക്കെ ഉണ്ടാകും. വിവാഹമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്നൊരു കാലത്തിലേക്കുള്ളൊരു യാത്രയാണ് എന്നുള്ള കാര്യവും അറിയുക. പൊതുവെ കുടുംബത്തിന് ചെറിയ ചെറിയ നേട്ടങ്ങൾ, വീടോ വസ്തുവോ ഒക്കെ വാങ്ങാനുള്ളൊരു സാഹചര്യം ഒരുങ്ങും. പക്ഷെ അതിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. കാരണം പൊതുവെയുള്ള കാര്യങ്ങൾക്ക് അല്പം ഒരു ആശ്വാസം ലഭിക്കുന്നുള്ളതാണ് സൂചന. ശനിയെ കുറച്ചുകൂടി ശക്തി അനുകൂല ഭാവത്തിൽ വരുത്തുവാനായിട്ട് അയ്യപ്പ പ്രീതി അത്യാവശ്യം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ശനിയാഴ്ചകളിൽ വ്രതം അത്യാവശ്യം. അയ്യപ്പ ക്ഷേത്ര ദർശനം, ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിക്കുക. അവിടെ എള്ളുകൊണ്ടുള്ള മധുരം ദാനം ചെയ്യുന്നതുകൊണ്ടും ശനി സംപ്രീതനാകും. അപ്പോഴേക്കും നമ്മുടെ മനസ്സിൻ്റെ വിഷമവും ടെൻഷനും ഒക്കെ കാര്യമായിട്ട് കുറയും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. മാത്രമല്ല ശനിസ്തോത്രം, ശനിയുടെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നീങ്ങുന്നൊരു സാഹചര്യം വന്നു ചേരും എന്നുള്ളതിലും സംശയം വേണ്ട. മകരം രാശിയുടെ പരിഹാരങ്ങളാണ്. ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
ജന്മത്തിൽ നിന്നും 2ലേക്ക് വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അല്പം ഒരു ഇൻറ്റൻസിറ്റി 7 ശനിക്കാലത്തെ ഇൻറ്റൻസിറ്റി അല്പം ഒന്ന് കുറയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന അലസതയൊക്കെ അല്പം ഒന്ന് കുറയും. പക്ഷേ ശ്രമം വേണം. 7 ശനി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊരു എഫേർട്ട് ഉണ്ടെങ്കിലേ അലസത കുറയ്ക്കുവാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. ഈ ഊർജ്ജസ്വലത കുറവൊക്കെ ഉണ്ടായിരുന്നതാണ്. എപ്പോഴും ഇങ്ങനെ കിടക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി വന്നിട്ടുണ്ടാകും. അതൊക്കെ അല്പം ഒന്ന് കുറയും. പിന്നെ കുറച്ച് പ്രായമായിട്ടുള്ളവരുടെ റുമാറ്റിക് കംപ്ലയിൻസോ നെർവ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളും അല്പം ഒരു ആശ്വാസം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ചറിയാം. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി ആദിത്യപ്രീതി വരുത്തുക, ഞായറാഴ്ച വ്രതമെടുക്കുക എന്നുള്ളതാണ്. ഞായറാഴ്ച വ്രതമെടുത്ത് ആദിത്യ ഹൃദയ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. ആദിത്യന് അല്ലെങ്കിൽ സൂര്യന് പുഷ്പാഞ്ജലി കൂടി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ കഴിപ്പിക്കുക. പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും നീങ്ങുന്നതായിട്ടുള്ളൊരു അനുഭവം വരും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ഇനി കുംഭം രാശിയുടെ പരിഹാരങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. 12-ൽ നിന്നും ജന്മത്തിലേക്ക് ശനി വരുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. വേദുരിത സ്ഥാനത്ത് നിന്നും ജന്മത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാന ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വാഹനയാത്ര പ്രത്യേകം ശ്രദ്ധിക്കണം. ആചാര്യന്മാർ പറയും ഈ കുതിര ആനപ്പുറത്തും കയറി ഇന്നത്തെ കാലത്ത് 2 വീലർ റൈഡൊക്കെ ഒന്ന് കൺട്രോൾഡ് ആക്കുക, ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളുടെ ഒരു സൂചന ഉള്ളതുകൊണ്ട് ആ പ്രശ്നങ്ങൾ വന്നു ചേരാണ്ടിരിക്കുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറയ്ക്കുവാനായിട്ട് ശനിപ്രീതി അത്യാവശ്യം വരുത്തണം. രാശിനാഥൻ ശനിയാണ് എന്നുള്ളതുകൊണ്ട് ശബരിമല ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നതുകൊണ്ട് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വരുന്ന ഒരു സാഹചര്യം വരും. അവിടെ നെയ്ത്തേങ്ങയൊക്കെ സമർപ്പിച്ച് അഭിഷേകമൊക്കെ നടത്തുക എന്നുള്ളതാണ്. അയ്യപ്പ സ്തോത്രങ്ങൾ ജപിക്കുക, കിഴക്ക് ദർശനമായിട്ട് പ്രഭാതത്തിൽ തന്നെ ജപിക്കുക എന്നുള്ളതാണ്. ശനിയാഴ്ച പൂർണ്ണമായിട്ട് വ്രതമെടുക്കുക, അത് വളരെ നല്ലതാണ്. വ്രതമെടുത്ത് ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു 2 മുഹൂർത്തകാലം, ഒരു മുഹൂർത്തകാലം 48 മിനിറ്റ്സ് 48 മിനിറ്റാണ്. 2 മുഹൂർത്തകാലം സാമാന്യം 2 മണിക്കൂർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. ശനിയുടെ അഷ്ടോത്തര നാമാവലി ഭക്തിപൂർവ്വം അവിടെ നിന്ന് ജപിച്ചോളൂ. ജന്മശനിയുടെ പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ നീങ്ങി ആരോഗ്യം ലഭിക്കുന്നു മാത്രമല്ല മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. മീനം രാശി പരിഹാരങ്ങളാണ്. മീനം രാശിയിൽ ശനിയുടെ കാര്യം 11-ൽ നിന്ന് ലാഭസ്ഥാനത്ത് നിന്നും 12-ലേക്ക് വേദുരിത സ്ഥാനത്തേക്ക് വരികയാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേക പരിഹാരങ്ങൾ അത്യാവശ്യം എന്നറിഞ്ഞോളൂ. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ബാധ്യതയൊക്കെ അല്പം ഒന്ന് കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അധിക പണച്ചെലവും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ വരുമാനം വന്നു തുടങ്ങി എന്നുള്ളതുകൊണ്ട് മനസ്സിന് അല്പം ഒരു ആശ്വാസമൊക്കെ ഉള്ളൊരു കാലം തന്നെയാണ്. അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. വേദുരിത സ്ഥാനത്തേക്ക് ശനി വരുമ്പോൾ പലപ്പോഴും ചില കാര്യങ്ങളിൽ കൂടുതൽ തടസ്സം വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ തടസ്സം വരാം. എല്ലാ കാര്യങ്ങളും വിവാഹത്തിലായാലും ബിസിനസ്സിലായാലും ഏജൻസി വർക്കിലായാലും ഒക്കെ വരാം. പഠന കാര്യങ്ങളിലും ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കാര്യത്തിലും ഒക്കെ ചെറിയ തടസ്സങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് തടസ്സങ്ങൾ നീക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനകത്ത് ശനിപ്രീതി വരുത്താം. ശനിയുടെ സ്തോത്രം ജപിക്കാവുന്നത് അത്യാവശ്യമാണ്. രാശിനാഥനായിട്ടുള്ള വ്യാഴനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവാധീന കാരകനാണ് വ്യാഴൻ. അപ്പോൾ അതുകൊണ്ട് ദൈവാധീനം വന്നു കഴിഞ്ഞാൽ ഈ 12-ലേക്കുള്ള ശനിയുടെ മാറ്റത്തിൻ്റെ ദോഷങ്ങളൊന്നും അനുഭവത്തിൽ വരില്ല എന്നുള്ള. വ്യാഴാഴ്ച വ്രതമെടുക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ശ്രീ വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. വ്യാഴാഴ്ചകളിൽ മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും പഴകിയ ആഹാരവും നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള കാര്യം അറിയുക. വിഷ്ണു ക്ഷേത്ര ദർശനവും ശനി ക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം ശനിയാഴ്ചയും നടത്തുന്നതുകൊണ്ട് പൊതുവെ സൂചനയിലുള്ള പ്രയാസങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് ആശ്വാസം വരും എന്നുള്ളതിൽ സംശയമില്ല. ജപധ്യാനാദികൾക്കും ദാനധർമാദികൾക്കുമാണ് പ്രാധാന്യം. ജപം പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിച്ച് ജപിക്കുക. 5 പ്രാവശ്യമെങ്കിലും ജപിച്ചോളൂ. പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും നീങ്ങി. അത്ര അനുകൂലമല്ലാത്തൊരു കാലം തീർച്ചയായിട്ടും അനുകൂലമാക്കി എടുക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും.
ശനിയുടെ ചാരവശാലുള്ള ഫലങ്ങളുടെ പരിഹാരങ്ങളാണ് ഇവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടുള്ള പരിഹാരങ്ങൾ. സമർപ്പണ മനോഭാവത്തോടുകൂടി അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം സമർപ്പണമുണ്ടോ, എത്രത്തോളം ഇൻറ്റൻസിറ്റിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള ഫലമായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം അറിയുക. ഈ കർമ്മദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയില്ലെങ്കിൽ പോലും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ട് ജപധ്യാനാദികൾ കൊണ്ട് കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ജാതകമനുസരിച്ച് അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണ് എന്നുണ്ടെങ്കിൽ ശനിയുടെ മാറ്റം കൊണ്ടുള്ള പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ അത്രത്തോളം അനുഭവേദ്യമാകില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതുകൊണ്ട് ശനിപ്രീതികരമായിട്ടുള്ള ജപം ദിവസവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. വ്രതാനുഷ്ഠാനങ്ങളും സമർപ്പണ മനോഭാവത്തോടുകൂടി അനുഷ്ഠിച്ചോളൂ. പ്രയാസങ്ങൾ നീങ്ങും, മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സത്സംഗം വളരെ പ്രധാനം. പൊതുവെ പോസിറ്റീവ് വൈബ്രേഷൻസ് ഉള്ളവരുമായിട്ട്, അതായത് ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, പൊതുവെ ഇങ്ങനെയുള്ള സമർപ്പണത്തോടുകൂടിയുള്ള പ്രാർത്ഥന ഉള്ളവരുമായിട്ടുള്ള സഹവാസം നമ്മളിലെ പ്രാർത്ഥന അല്ലെങ്കിൽ ഭക്തി വർദ്ധിപ്പിക്കും, സമർപ്പണം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ അനുകൂല ഭാവം വർദ്ധിച്ചിരിക്കും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. ഇന്നത്തെ നക്ഷത്ര രാശി പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയക്കാം, അതായത് ഇമെയിൽ ചെയ്യാവുന്നതാണ്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, അറിയേണ്ട കാര്യങ്ങൾ എന്താണോ അത് വ്യക്തമായി രേഖപ്പെടുത്തുക. ഈ പ്രോഗ്രാമിലൂടെ മറുപടി ലഭിക്കുന്നതാണ്. എന്ന് മാത്രമല്ല വളരെ ലളിതമായിട്ടുള്ള ഭാരതീയ ആചാരപ്രകാരമുള്ള മറുപടിയായിരിക്കും ലഭിക്കുന്നത് എന്നും അറിയുക. നമസ്കാരം.